മിക്സിയോ ഓവനോ ബ്ലെൻഡറോ ഒന്നും വേണ്ടാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ കേക്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വറുത്ത റവയാണ്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഈ മിക്സ് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ ഒന്ന് സോഫ്റ്റായി വരും. ആ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അതിനുശേഷം മിക്സിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച ശേഷം നമുക്ക് ഈ ബാറ്റർ ടിന്നിലേക്ക് മാറ്റാം. ഇനി മുകളിൽ കുറച്ച് നട്ട്സും കൂടി ചേർത്തിട്ട് എക്സ്ട്രാ എയർ ഒന്ന് നമുക്ക് തട്ടിക്കളയാം. അതിനുശേഷം ഒരു പഴയ കടായി എടുത്തിട്ട് അത് നമുക്ക് സ്റ്റൗവിൽ വെച്ചൊരു 5 മിനിറ്റ് ചൂടാക്കാം. അതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് ഈ കേക്ക് ടിൻ പ്ലേസ് ചെയ്ത് മൂടി വെച്ചൊരു 40 മിനിറ്റ് വേവിക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഡയറക്റ്റ് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടേസ്റ്റി കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.